കാരണം ജെൻസിനോട് വേണ്ടി നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട, നമ്മൾ ബിസിനസ് അഡാപ്റ്റ് ചെയ്താൽ മതി. കാരണം ജെൻസിയാണ് ഫ്യൂച്ചർ ലീഡേഴ്സ്, ജെൻസിയാണ് ഫ്യൂച്ചർ കസ്റ്റമേഴ്സ്. വീടെടുക്കുന്ന തീരുമാനം ആരാ എടുക്കുക? ടെക്നോളജി ആരാ പർച്ചേസ് ചെയ്യുന്നത്? ഇനിയാണ് ട്രാവൽ ആരാ ചെയ്യുന്നത്? ഡെസിഷൻ മേക്കേഴ്സും അവരാണ്. പക്ഷേ ജെൻസി ആസ് ഓണ്ടർപ്രണേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം മുമ്പ് 100 കോടി വാല്യുവേഷൻ ഒരു കമ്പനി എത്താൻ എടുത്തിരുന്ന സമയം ജെൻസി ആ കമ്പനികളെ 100 കോടിയിൽ എത്തിക്കാൻ എടുക്കുന്ന സമയം വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യൂണിക്കോൺസ് ആയ കമ്പനീസ് എത്ര എണ്ണം വരുന്നുണ്ട്. അത് ഇന്ത്യയിലെ ചില പ്രശ്നങ്ങൾ, ഇന്ത്യയിലൊന്നും പല കമ്പനികളുടെയും വാല്യൂ പ്രൊപ്പോർഷൻ കുറവാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ജെൻസിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജെൻസി ലീഡേഴ്സും ജനറേഷൻ ഷിഫ്റ്റിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ഗ്രോത്തിലേക്ക് വരുത്താനും ഫാസ്റ്റ് ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ജെൻസി ലീഡേഴ്സിന് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള ഫാസ്റ്റ് ഗ്രോയിങ് ആയ പുതിയ എല്ലാ എന്റർപ്രൈസസും ലീഡ് ചെയ്യുന്നത് ജെൻസീസ് ആണ്. ജെൻസി ആണല്ലോ ഇന്നത്തെ ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ ബസ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സുകൾ എങ്ങനെയാണ് ജെൻസിനായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടത്? ജെൻസി ബിസിനസ്സിലേക്ക് വരുമ്പോൾ പല ആളുകളുടെയും ഓണ്ടർപ്രണേഴ്സിൻ്റെയും വലിയൊരു കൺസേൺ അവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളതാണ്. കാരണം ജെൻസിനോട് വേണ്ടി നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട, നമ്മൾ ബിസിനസ് അഡാപ്റ്റ് ചെയ്താൽ മതി. കാരണം ജെൻസിയാണ് ഫ്യൂച്ചർ ലീഡേഴ്സ്, ജെൻസിയാണ് ഫ്യൂച്ചർ കസ്റ്റമേഴ്സും. ഇപ്പോഴത്തെ ഇനി വീടെടുക്കുന്ന തീരുമാനം ആരാ എടുക്കുക? ഇനി ടെക്നോളജി ആരാ പർച്ചേസ് ചെയ്യുന്നത്? ഇനിയാണ് ട്രാവൽ ആരാ ചെയ്യുന്നത്? ഡെസിഷൻ മേക്കേഴ്സും അവരാണ്. അപ്പോൾ നമുക്ക് ജെൻസിനെ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ ബിസിനസ്സിൽ പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ പറ്റാതാവും. കാരണം ഇനി സ്പെൻഡ് ചെയ്യേണ്ടവരും ജെൻസിയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ജനറേഷൻ ഷിഫ്റ്റിന് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തവർക്കാണ് ഇവർ ഈ ജനറേഷൻ മാറുമ്പോൾ പറയുന്ന സ്വാഭാവിക പ്രശ്നം. അത് വലിയൊരു ലൗഡായത് 90s ഷിഫ്റ്റ് വരുമ്പോൾ ഇത്രയൊന്നും ടെക്നോളജിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ജെൻസി ശരിക്കും സാധ്യതയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ജെൻസി അഡാപ്റ്റ് ചെയ്യുന്നവരാണ്. മാത്രമല്ല, ഇപ്പോൾ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ചാരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ജെൻസി മുമ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു UPI കൊണ്ട് ക്രോസ് ഓഫ് റുപ്പീസ് ജെൻസി എന്ത് ചെയ്യുന്നുണ്ട്? മിനിറ്റുകൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് ഇവർ അത്രയും സമയം കൊണ്ട് മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജെൻസി ചെയ്യുന്നത് അവർ ശരിക്കും പ്രൂവണാണ്. പക്ഷേ അവരെ അഡാപ്റ്റ് ചെയ്യാനുള്ള ബിസിനസ്സിൻ്റെയും അതേപോലെ തന്നെ മറ്റു ഓർഗനൈസേഷൻ്റെയും DNA ഫ്യൂച്ചർ റെഡി അല്ലാത്തത് കൊണ്ട് അവരിൽ വന്ന പ്രശ്നമാണ് ഈ റെലുക്റ്റൻസ്. ഇപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ ജെൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇനി ട്രെയിനേഴ്സിനെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വെക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിയർ ഗ്രൂപ്പിൻ്റെയോട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റ് സീനിയേഴ്സിന് അവർക്ക് അതിന് പരിചയമില്ലെങ്കിലും അതിലേക്ക് വരികയാണ് വേണ്ടത്. കാരണം ജെൻസിനെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. ജെൻസി അങ്ങനെ ഒരു ടോക്സിക് കമ്മ്യൂണിറ്റിയും അല്ല. മാത്രമല്ല, അവർ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത്രയും പ്രയാസങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യത്തിലും ജെൻസി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുതിയ GDPയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടേഴ്സിനെ നോൺ വെൽക്കമിങ് ആയിട്ടൊരു കമ്പനി നിൽക്കുന്നുണ്ടെങ്കിൽ അവരാണ് റീതിങ്ക് ചെയ്യേണ്ടത്. ഒന്ന്, ഇതാണ് ജെൻസി ഇൻ ദ ബിസിനസ്. എന്താണ് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്ന ജെൻസി. പക്ഷെ ജെൻസി ആസ് ഓണ്ടർപ്രണേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം മുമ്പ് 100 കോടി വാല്യുവേഷൻ ഒരു കമ്പനി എത്താൻ എടുത്തിരുന്ന സമയവും ജെൻസി ആ കമ്പനികളെ 100 കോടിയിൽ എത്തിക്കാൻ എടുക്കുന്ന സമയം വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യൂണിക്കോൺസ് ആയ കമ്പനീസ് എത്ര എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിലെ ചില പ്രശ്നങ്ങൾ, ഇന്ത്യയിലൊന്നും പല കമ്പനികളുടെയും വാല്യൂ പ്രൊപ്പോർഷൻ കുറവാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ക്ലാസ് ലേബേഴ്സിനെ ലോ ക്ലാസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൺസംഷൻ കമ്പനികൾ മാത്രം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ജെൻസിയാണ്. അപ്പോൾ അവർ ആസ് എൻ ഓണ്ടർപ്രണേഴ്സ് ഫാസ്റ്റ് മൂവിങ് ആണ്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ എല്ലാം AI ടെക്നോളജി യൂസ് ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ വലിയ മാൻ അവേഴ്സോ മറ്റോ വേണ്ടി വരുന്നില്ല. മാത്രമല്ല, അവരൊരു ഗ്ലോബൽ പ്രസൻസിലേക്ക് പെട്ടെന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ജെൻസി ആസ് എൻ ഓണ്ടർപ്രണേഴ്സും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. പക്ഷെ അവർക്ക് ലാക്ക് ചെയ്യുന്ന ചില പോയിന്റുകളിലും ജെൻസിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ഒരു മിക്സഡ് ജനറേഷനിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും അഡാപ്റ്റബിലിറ്റി സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അതേപോലെ നോർമൽ എക്കോസിസ്റ്റം അവരോട് ഇങ്ങോട്ടും അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെയുള്ളത് എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ. അപ്പോൾ നമ്മൾ 2 കാര്യമാണ് പറഞ്ഞത്. ജെൻസി ആസ് എംപ്ലോയീസ് ഇൻ ദ ബിസിനസ്, ജെൻസി ആസ് ഓണ്ടർപ്രണേഴ്സ്. മൂന്നാമത്, ഈ നിലവിലുള്ള ജനറേഷൻ ഷിഫ്റ്റ് വരുന്ന സമയത്ത് ജെൻസി എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെയും എപ്പോഴും സീനിയേഴ്സാണ് കുറെ കൂടി പ്രിപ്പയർഡ് ആവേണ്ടത്. അപ്പോൾ ഒരു ജെൻസിക്ക് പാകത്തിൽ ഒരു ബിസിനസ് പാകപ്പെടുത്താൻ ജെൻസി ലീഡേഴ്സിനെ ഏൽപ്പിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും നല്ലത്. കാരണം അവർക്ക് ആ ഇഷ്യൂസ് ഉണ്ടാവില്ല. കാരണം
നിലവിലുള്ള മറ്റുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് പരിഹരിക്കാനും ജെൻസി ലീഡേഴ്സാണ് നല്ലത്. പക്ഷെ അവരുടെ ചില രീതികളും അവരുടെ ഉദാഹരണത്തിന് അവർ ഏറ്റവും കൂടുതൽ മൊബൈൽ ബേസിലാണ് ചിലപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ മൊബൈലിൽ വർക്ക് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സിസ്റ്റം മൊബൈലിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ AI സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജെൻസി ലീഡേഴ്സും ജനറേഷൻ ഷിഫ്റ്റിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ഗ്രോത്തിലേക്ക് വരുത്താനും ഫാസ്റ്റ് ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ജെൻസി ലീഡേഴ്സിനും പറ്റാനുള്ള സാധ്യതയുണ്ട്.